ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു LS എൻ്റർടൈൻമെൻറ്റ്സ്. നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബുൾസൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത്, പിന്നെ തക്കാളിയും കറിവേപ്പിലയും, ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് തന്നെ സവാള 1.5 സവാള. ഓക്കെ, വലിയ സവാളയാണെങ്കിൽ 1.5, അല്ലെങ്കിൽ 2, ചെറുതാണ് 2 സവാള. ചെറുതായി കുത്തി കഴിഞ്ഞിട്ടാണ് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി, ഒരു അരമുറി തക്കാളി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു 2-3 അല്ലി ചെറുതായിട്ട് മുറിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് 1 സ്പൂൺ അല്ലേ? 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറവ് ഇട്ടിട്ടുള്ളൂ. ഇനി നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കുറവിടാം. ഇതിൻ്റെത് കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വരണം. അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പം ക്യാപ്സിക്കം. ഇതൊക്കെ ഓപ്ഷനാണ്, എന്നാലും ഇതൊക്കെ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ക്യാപ്സിക്കം ഒരു ചെറിയൊരു പീസ് ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അല്പം ഓയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊരു സ്കില്ലറ്റ് എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച ശേഷം നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി കുറച്ച് മതി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇങ്ങനെ ഇച്ചിരീശ് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. ഇനി ഞാനിത് മെല്ലെ അതിൻ്റെ ഉണ്ണി ഇങ്ങനെ പൊട്ടിച്ചെടുക്കണ്ടേ. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ കുറച്ചായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്ന കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.